നമസ്കാരം. ഡെമോക്രാറ്റിക് ന്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിധി ഇന്ന്. മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത്. കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ചില രേഖകൾ കുഴൽനാടന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്നും വിജിലൻസ് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് ഹാജരാക്കിയതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. കൂടുതൽ വാദം കേൾക്കുന്നതിനായാണ് 3-ാം തീയതിയിൽ നിന്നും കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. CMRL-ന് ഖനനത്തിന് അനുമതി നൽകിയ ഉത്തരവും CMRL-ന് അനുകൂലമായി തീരുമാനമെടുത്തുമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ആലപ്പുഴ കളക്ടറുടെയും ഉത്തരവുകളും കേന്ദ്രാനുമതി റദ്ദാക്കിയ രേഖകളുമാണ് മാത്യു കുഴൽനാടൻ ഹാജരാക്കിയത്. എന്നാൽ ഈ രേഖകളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള തെളിവുണ്ടോ എന്ന് കോടതി സംശയിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് കമ്പനിക്ക് അനുകൂലമായി സർക്കാർ എടുത്ത നിലപാടിന്റെ തെളിവാണെന്നും മാത്യുവിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. CMRL-ന് അവിഹിതമായ സഹായം മുഖ്യമന്ത്രി ചെയ്തുവെന്ന് കാണിക്കുന്ന രേഖ, ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്നിവയാണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച കുഴൽനാടൻ ഹാജരാക്കിയ 3 രേഖകളിലും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവുമില്ലെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. കേസ് പരിഗണിച്ച പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി MV രാജകുമാറാണ് ഹർജിയിൽ വിധി പറയുക. ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പണം ലഭിച്ചുവെന്നാണ് മാത്യു കുഴൽനാടൻ MLA-യുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL ഉടമ SN ശശിധരൻ കർത്ത അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് തിരിച്ചു. സ്വകാര്യ സന്ദർശനമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശദീകരണം. ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നാണ് മുഖ്യമന്ത്രി പോയത്. മന്ത്രി റിയാസും ഭാര്യ വീണയും ദുബൈയിലേക്ക് പോയിട്ടുണ്ട്.